നമ്മൾക്ക് സഹജീവികളോട് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് പ്രകൃതി കൂടെ നിൽക്കും, യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരും. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സംഗതി പിന്നീട്, അതായത് നമ്മുടെ ചിന്തകൾ വെച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രധാന വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം വേണ്ടത് ഇന്നർ കോൺവെർസേഷനാണ്. അതായത് നമ്മൾ ഉള്ളിൽ സംസാരിക്കും, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എനിക്കത് കിട്ടും എന്ന 100% ഉറച്ച വിശ്വാസം ആദ്യം നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് ആ കാര്യത്തിനെ കുറിച്ച് റിപ്പീറ്റ് മോഡിൽ നമ്മൾ ആ ഇന്നർ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് ഔട്ടർ റിഫ്ലക്ഷനാണ്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിനനുസരിച്ച് നമ്മൾ പുറം ലോകത്ത് ബിഹേവ് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു 50,000 രൂപ കിട്ടലാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ഉള്ളിൽ പറയണം, എനിക്ക് 50,000 പ്രകൃതി തരും, എനിക്ക് യൂണിവേഴ്സ് അത് തരും, ഞാനും യൂണിവേഴ്സും അത്രയും കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ പൈസ കിട്ടും, എനിക്ക് ആ പൈസ കിട്ടിയല്ലോ, ഞാൻ ആ പൈസ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിൽ സംസാരിക്കണം. 2, ആ കാശ് കിട്ടിക്കഴിഞ്ഞ ഒരാളെ പോലെ വേണം നിങ്ങൾ ഔട്ടർ വേൾഡിൽ റിഫ്ലക്ട് ചെയ്യും. മൂന്നാമത്തത് ഒരു 3 ദിവസത്തെ ട്രയൽ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിലും റിഹേഴ്സൽ വേണമല്ലോ. അപ്പൊ ആദ്യമായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് നടന്നില്ല എന്ന് പറഞ്ഞ് ഓടുന്നതിന് പകരം 3 ദിവസം നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ശ്രമം ഇട്ട് നോക്കൂ. നടന്നില്ലെങ്കിൽ വേണ്ടോ, നമുക്ക് ശ്രമിച്ചു നോക്കാമല്ലോ. ആ 3 ദിവസം കൊണ്ട് എനിക്കുറപ്പുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം മാറും, നിങ്ങളുടെ ആ ആഗ്രഹം നടക്കാൻ പോകുന്ന മിക്കതും നടക്കും. നിങ്ങൾ പ്യൂർ ആണെങ്കിൽ അത് നടക്കും. 4ാമത്തെ പോയിന്റ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും ആ 3 ദിവസങ്ങളിലും കൃത്യമായി നമ്മളോട് ഇതിങ്ങനെ പറയാം, ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രസ് ഇങ്ങനെയാണ്, ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു, ഇന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, ഇതിങ്ങനെ നടക്കും. നമ്മുടെ ഉപബോധ മനസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റ് ആയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് സംഭവിക്കുന്ന അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ വിശ്വസിപ്പിക്കുക. 5, ഉപബോധ മനസ്സ് നിങ്ങളുടെ അടിമയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മിക്ക വിഷയങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറേയേറെ വിഷയങ്ങളൊക്കെ നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുന്ന ഉപബോധ മനസ്സാണ്. അത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ വായന എങ്ങനെയാണോ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ എങ്ങനെയാണോ, ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാധനമാണ് ഉപബോധ മനസ്സ്. അലാവുദ്ദീന്റെ ജീനി പോലെ നമ്മുടെ ജീനിയാണ് ഈ പറഞ്ഞ ഉപബോധ മനസ്സ്. അപ്പൊ ഉപബോധ മനസ്സിനോട് നമ്മൾ റിപ്പീറ്റഡ്ലി നീ എനിക്കിത് തരണം എന്നത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ആ ഫ്രീക്വൻസിയിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യും, യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ആകാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതി നടക്കുന്നേ എനിക്ക് ഉറപ്പുണ്ടെന്ന്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയാൽ പിന്നെ എന്തോന്ന് ജീവിതം? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. ആ നടക്കുന്ന കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ.